മനുഷ്യർ അധിക പേരും തിരിച്ചറിയാൻ വൈകിപ്പോകുന്ന അപ്രിയ സത്യങ്ങളിൽ ഒന്ന്, ധനികനും ദരിദ്രനും പണ്ഡിതനും മേലാളനും കീഴാളനും അധികാരിയും തൊഴിലാളിയുമെല്ലാം യാത്രയാകുന്നത് ഒരേ ഡെസ്റ്റിനേഷനിലേക്കാണ്, 6 അടി മണ്ണിലേക്കാണ്, മരണമെന്ന സുനിശ്ചിത യാഥാർത്ഥ്യത്തിലേക്കാണ്. റിയൽ ലൈഫ് മാത്രമേ നമുക്കുള്ളൂ, ട്രയൽ ലൈഫ് നമുക്കില്ല തന്നെ. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ഒരു വേള നെഞ്ചത്ത് കൈവച്ച് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഒരു നാൾ ശ്വാസം നിലച്ച് മണ്ണോട് ചേരുമ്പോൾ നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ അവരേതു വിധത്തിലാണ് നമ്മുടെ വിയോഗത്തെ ഉൾക്കൊള്ളുക? അവനെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന ആശ്വാസത്തിന്റെ നെടുവീർപ്പുകളാണോ അവരിൽ നിന്ന് ഉയരുന്നത്? നമ്മൾ പരാജിതരിൽ പെട്ടുപോയി. അതെല്ലാം എൻ്റെ ഉപ്പ, എൻ്റെ ഭർത്താവ്, എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ നാട്ടുകാരൻ, എൻ്റെ ഉറ്റ സുഹൃത്ത്, അവൻ എന്നിൽ നിന്ന് ഇടപറഞ്ഞതിൻ്റെ സങ്കടം എനിക്ക് താങ്ങാൻ സാധിക്കുന്നില്ല എന്ന് വിലപിച്ചുള്ള കരച്ചിലും നമുക്ക് വേണ്ടി നന്മകൾ ഹദിയ ചെയ്തുള്ള പ്രാർത്ഥനയുമാണോ അവരിൽ നിന്ന് ഉയരുന്നത്? തീർച്ചയായും നമ്മൾ വിജയിച്ചു. നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് നന്മയുള്ള ഓർമ്മകൾ ബാക്കിയാക്കുക, സന്തോഷത്തിന്റെ മധുരമുള്ള ഓർമ്മകൾ സമ്മാനിക്കുക, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക. ഖിയാറുക്കും ലി അഹ്ലീക്കും, നിങ്ങളുടെ ആശ്രിതരോട് നന്മയിൽ വർത്തിക്കുന്നവൻ ആരോ അവനാണ് നന്മയുള്ളവൻ എന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവുക.